மாங்குளத்தில் வாகன விபத்து, ஓட்டுநரின் கவனக்குறைவும் அதிக வேகமும் என்று ஆர்டிஓ ராஜு கே தெரிவித்துள்ளார். சாலை குறித்து நன்கு தெரியாததும் வாகனங்கள் அதிவேகமாக ஓட்டி செல்வதே விபத்திற்கு காரணமாக கருதப்படுவது. வாகனம் இறக்கத்தில் வருவதற்கிடையில் பிரேக் இல்லாமல் போனதான் விபத்திற்கு காரணமாக ஓட்டுநர் நாமக்கல் பகுதியை சேர்ந்த நபர் தெரிவித்தது. ஆனக்குளத்துக்கு ஒரு 3 கிலோமீட்டருக்கு முன்னாடி போகும்போது பிரேக் ஃபெயிலியர் ஆகிடுச்சு. வண்டி இறக்கத்தில் இருக்கும்போது அந்த பிரேக் அடித்து பிரேக் நிற்கலை. வண்டி எதிர்த்தாவில் இருக்கிற டிரான்ஸ்ஃபார்மருக்கு வண்டி மூவ் ஆகி போக ரைட்டில் இழுக்க இல்லை அப்செட் ஆகிடுச்சு வண்டி. வளைவும் இறக்கம் உள்ள പകുതിയിൽ വാഹന ഓട്ടിயின் കവനക്കുറവും അധിക വേഗവും വിപത്തിற்கு കാരണം എന്ന് ആനക്കുളംകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ നടന്നത്. ഇതുപോലെ 11ഓളം വണ്ടികളാണ് ഇവിടെ മറിഞ്ഞിരിക്കുന്നത്. ഈ വണ്ടികൾ ഇവിടെ സ്ഥിരമായിട്ട് മറിഞ്ഞപ്പോൾ നമ്മൾ ഈ റോഡ് പണിത സമയത്ത് ഇതിൻ്റെ അധികാരികളോട് ഇതിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇത് പണിയണം, അതല്ല എങ്കിൽ വീണ്ടും അപകടം സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ ഇത് ഒരു രീതിയിലുള്ള നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് പോലും അവർ തയ്യാറെടുക്കാത്ത രീതിയിലാണ് അവർ ഈ റോഡ് പണിതിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഇത്രയും വലിയ അപകടം നടത്തുന്ന ഈ സ്ഥലത്തായിട്ട് പോലും ഈ ബാരിക്കേഡുകൾ പണിതപ്പോൾ അത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കേണ്ട സ്ഥലത്ത് അവരതിൻ്റെ മോൾ ഭാഗത്ത് മാത്രം ശകലം കോൺക്രീറ്റ് ഇടുകയും അത് ചുമ്മാ വെറും വേലിപ്പത്തിൽ ഉറപ്പിച്ച് വെക്കുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതെല്ലാം. അത് ഒരു കുഞ്ഞടക്കം ഏതാണ്ട് ഒരു 4 പേരാണ് ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നത്. 10ഓളം പേര്. അവർ എന്തോരം വളരെയേറെ എത്രയോ ജീവിതമുള്ളതാണ് പിഞ്ചു കുഞ്ഞിനൊക്കെ. கவனமில்லாமல் வாகனத்தை அதிவேகமாக ஓட்டி வந்ததே விபத்திற்கு காரணமாக ஆர்டிஓ ராஜு கே தெரிவித்துள்ளார். അപകടം നടന്ന സ്ഥലത്തിൻ്റെ തൊട്ടുമുമ്പായിട്ട് വലിയൊരു വളവും വലിയൊരു ഇറക്കവുമാണ്. അപ്പോൾ ഡ്രൈവർക്ക് വഴി അധികം പരിചയം ഉണ്ടാകലെന്ന് വരും. കാരണം ഈ നാട്ടുകാരനല്ല. അവിടെ മതിയായ സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും അത് ശ്രദ്ധിക്കാതെ വന്നതായിരിക്കണം അപകടം. കാരണം സ്ഥലം പരിശോധിച്ചാൽ വാഹനം അത്യാവശ്യം സ്പീഡിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു സൈഡ് ടയർ റോഡിൽ ഉറഞ്ഞ പാടുകൾ കാണുന്നുണ്ട്. അങ്ങനെ വളവിൽ ശ്രദ്ധിക്കാതെ വന്ന് അപകടം ഉണ്ടായി. ബാരിക്കേഡിൽ ഒക്കെ മറിഞ്ഞ് ബാരിക്കേഡ് തകർത്തുകൊണ്ട് വണ്ടി താഴേക്ക് വീണു. ന്യൂസ് ബ്യൂറോ, അടിമാലി.